കൊല്ലത്ത് നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ മാതാവിന് ശിക്ഷ വിധിച്ചു. കൊല്ലം ഫസ്റ്റ് അഡീഷണൽ ജഡ്ജ് പി.എൻ. വിനോദാണ് ശിക്ഷ വിധിച്ചത്. കൊല്ലം കല്ലുവാതുക്കൽ സ്വദേശി രേഷ്മയെയാണ് കൊല്ലം ഫസ്റ്റ് അഡീഷണൽ ജഡ്ജ് പി.എൻ. വിനോദ് ശിക്ഷിച്ചത്. 10 വർഷം തടവും 50,000 രൂപ പിഴയും ജുവൈനൽ ആക്ട് പ്രകാരം 1 വർഷം തടവും അനുഭവിക്കണം. 2021 ജനുവരി 5-നാണ് അതിക്രൂരമായ കൊലപാതകം നടന്നത്. പ്രസവിച്ച ഉടൻ തന്നെ രേഷ്മ പൊക്കിൾക്കൊടി പോലും മുറിച്ചു മാറ്റാതെയാണ് വീടിന്റെ പിൻവശത്തെ റബ്ബർ തോട്ടത്തിലെ കരിയിലക്കൂട്ടത്തിൽ കുഞ്ഞിനെ ഉപേക്ഷിച്ചത്. കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം സാറ്റ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പിന്നീട് നടത്തിയ DNA പരിശോധനയിലാണ് കുഞ്ഞ് രേഷ്മയുടേതാണെന്ന് തിരിച്ചറിയുന്നത്. രേഷ്മയെ ചോദ്യം ചെയ്തപ്പോഴാണ് സാമൂഹ്യ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട യുവാവിനൊപ്പം ജീവിക്കാൻ കുഞ്ഞിനെ ഉപേക്ഷിച്ചതെന്ന് മൊഴി നൽകിയത്. കാമുകൻ എന്ന പേരിൽ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ രേഷ്മയുമായി ചാറ്റ് ചെയ്തിരുന്നത് രേഷ്മയുടെ ഭർത്താവ് വിഷ്ണുവിന്റെ സഹോദരന്റെ ഭാര്യ ആര്യയും സഹോദരിപുത്രി ഗ്രീഷ്മയുമായിരുന്നു. രേഷ്മയുടെ അറസ്റ്റിനെ തുടർന്ന് ഇരുവരും ആത്മഹത്യ ചെയ്യുകയായിരുന്നു. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.